ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവാം, പരാജയമുണ്ടാകാം, ഇഷ്ടം വരാം, കഷ്ടങ്ങൾ വരാം, അതുപോലെ സുഖം വരാം, ദുഃഖം വരാം. ഇതിലൊക്കെ വികാരപ്പെടാതെ സമചിത്തതയോടുകൂടി ഇതിനെ അഭിമുഖീകരിക്കാൻ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അഭ്യസിക്കുക തന്നെ വേണം. അങ്ങനെ അഭ്യസിച്ചാൽ മാത്രമേ നമുക്കിതിനെ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള മനസ്സിനെ ഒരു കവി പറയുകയാണ്: ധീരത്വമായതു തന്നെ മനമേ, ധീരന്മാർ ചെയ്വതും അങ്ങനെ തന്നെ. പാരിച്ച ദുഃഖാസുഖങ്ങൾ വന്നാൽ ഭീരുക്കളല്ലോ വികാരപ്പെടുന്നു. ഇഷ്ടാനിഷ്ടങ്ങളെയും സുഖദുഃഖങ്ങളെയും മല പോലെ വരുന്ന ആപത്തിനെയും എല്ലാം തുല്യമായി കാണുന്ന ഒരു മനസ്ഥിതിയാണ് ധീരത്വം എന്ന് പറയുന്നത്. ധീയിൽ രതി. ധീ എന്നാൽ ബോധം, അല്ലെങ്കിൽ വിവേകം, അല്ലെങ്കിൽ ബുദ്ധി, തിരിച്ചറിവ്. അറിവുണ്ടായാൽ പോരാ, തിരിച്ചറിവ് വേണം. അറിവില്ലാത്തവർ ആരുമില്ല. എല്ലാ ജീവികൾക്കും അറിവുണ്ട്. ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും ഒക്കെ അറിവുണ്ട്. പക്ഷെ തിരിച്ചറിവ് എല്ലാവർക്കുമില്ല. ആ തിരിച്ചറിവുള്ളതിനെയാണ് ധീരത്വം എന്ന് പറയുന്നത്. ധീരത്വമായതു തന്നെ മനമേ. ആയത് എന്ന് പറഞ്ഞാൽ അത് എന്ത്? ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും, വലിയ വലിയ ആപത്ത് വന്നാലും സമ്പത്ത് വന്നാലും ഒക്കെ ഒരേപോലെ ഒരിത്തിരി അതുപോലെ വരട്ടെ ആപത്തോ സമ്പത്തോ അല്ല, വരട്ടെ ജരാമരണാദിയോ എല്ലാം ഒരിത്തിരി കൂസൽ കൂടാതെ തന്നെ കരുത്തോടെ കാലം കഴിക്കു നീ മനമേ. ഇതാണ് ധീരത്വം. അങ്ങനെയുള്ള ആ ധീരത്വം നാം എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ നാനാതുറകളിലും ഇത് പ്രായോഗികം ആക്കേണ്ടതാണ്. അതിനാൽ മല പോൽ കുലുങ്ങാതിരിക്കൂ നിത്യം. മല പോലെ ആപത്തു വന്നാലും കൂടി കലങ്ങാതെ മരണമടുത്താൽ കൂടി തെളിഞ്ഞു വസിക്ക നീ ചന്ദ്രനെ പോലെ. ഇത് ധീരത്വമാണ്. ധീരത്വമായതു തന്നെ മനമേ. ഇതെല്ലാം നമ്മുടെ മനസ്സിനോട് നാം തന്നെ പറയേണ്ടതാം. മനസ്സിനെ ഇതിനെയൊക്കെ തുല്യമായി കാണാൻ അഭ്യസിക്കുകയും ചെയ്യേണ്ടതാണ്. ധീരന്മാർ ചെയ്യുവതും അങ്ങനെ തന്നെ. ധീരന്മാരായ ആളുകൾ, തിരിച്ചറിവുള്ള ആളുകൾ, വിവേകികളായ ആളുകൾ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അതിനാൽ പാരിച്ച ദുഃഖാസുഖങ്ങൾ വന്നാൽ, വലിയ സുഖദുഃഖങ്ങൾ വരുമ്പോൾ ഭീരുക്കളല്ലോ വികാരപ്പെടുന്നോ. ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ പേടിത്തൊണ്ടന്മാർ, ഭയമുള്ള ആളുകളെയാണ് ഭീരുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ പാരിച്ച വലിയ സുഖദുഃഖാദികൾ വരുമ്പോൾ അവയിൽ പരിതപിക്കുന്നവർ ഭീരുക്കളാണ്. ഈ സുഖദുഃഖങ്ങൾ വരുമ്പോൾ ഭീരുക്കളാണ് വികാരപ്പെടുന്നത്. സുഖദുഃഖാദികൾ ഇല്ലാത്തവർ ഈ ലോകത്തിൽ ആരുമില്ല. പേരുകേട്ട എല്ലാവർക്കും അതിൻ്റേതായ ഭവിഷ്യത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. പുരാണ കഥകളിലേക്ക് നോക്കുമ്പോൾ നളമഹാരാജാവ് തൻ്റെ ജീവിതത്തിൽ എത്രയെത്ര കഷ്ടതകളാണ് അനുഭവപ്പെട്ടത്. രാജ്യം നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, അങ്ങനെ പലതും നഷ്ടപ്പെട്ട് അദ്ദേഹം മലഞ്ഞു. ശ്രീരാമൻ പോലും ജീവിതത്തിൽ സുഖമെന്തെന്ന് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവരാരും അതിൽ വികാരപ്പെട്ടിട്ടില്ല. അതിനെ വിവേകത്തോടുകൂടി അതിജീവിക്കുകയാണ് ചെയ്തത്. അപ്രകാരമായിരിക്കണം നമ്മളും ചെയ്യേണ്ടത് എന്നാണ്. ധീരത്വമായതു തന്നെ മനമേ, ധീരന്മാർ ചെയ്യുവതും അങ്ങനെ തന്നെ. പാരിച്ച ദുഃഖാസുഖങ്ങൾ വന്നാൽ
ഭീരുക്കളല്ലോ വികാരപ്പെടുന്നു.